ഓക്കെ, നമുക്കിനി തേർഡ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ പഴയ സ്കീമിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഇതിൽ പറയാൻ പോകുന്നത് സാൾവേജിനെ കുറിച്ചാണ്. സാൾവേജ് ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും, ചിലർ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. എനിവേ, നമുക്കൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫയറിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ ഹീറ്റ്, സ്മോക്ക് ഒക്കെ ഉണ്ടാവും. അതേപോലെ നമ്മൾ ഈ ഫയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ വെള്ളം അല്ലെങ്കിൽ ഈ ഫയറിൻ്റെ ബൈ പ്രൊഡക്റ്റ് കാരണം ഫർദർ ഡാമേജ് ഒഴിവാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാൾവേജ്. ഒരു ഫയർ ഉണ്ടായി, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നല്ല പ്രഷറിൽ പമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വീട്ടിലുള്ള സാധനങ്ങൾ കേട് വരുന്ന അവസ്ഥ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാൾവേജ് യൂസ് ചെയ്യുന്നത്. നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാവും, അപ്പോൾ ഒരു ഷെൽഫിനകത്തോ അല്ലെങ്കിൽ അത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം കാരണം അത് നശിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സാൾവേജ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സാൾവേജ് എന്നുള്ള ഓപ്പറേഷൻ ചെയ്യാറ്. ഇപ്പോൾ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഫയർ ഉണ്ടായ ഭാഗത്തോട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗത്തോട്ട് വെള്ളം എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ടി വി ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനം ആയിക്കോട്ടെ അത് കവർ ചെയ്യും, ഷീറ്റൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്യും. അല്ലെങ്കിൽ വെള്ളത്തിനെ അതിൻ്റെ അടുത്തോട്ട് എത്താതെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടും. പല രൂപത്തിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ തീ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും മുകളിലാണെങ്കിൽ അവിടെ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളം ബാക്കിയുള്ള ഭാഗത്തോട്ടത്തേക്ക് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും നമ്മുടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിലോട്ട് ഈ വെള്ളം പോയി അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് പൊട്ടി വീണിട്ട് അത് കേടുവന്ന് പോകും. അതൊക്കെയാണ്, അത് ഒഴിവാക്കാനുള്ള പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സാൾവേജ്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ അതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ സാൾവേജ് ഈസ് അപ്ലൈഡ് ടു ഫയർ ഫൈറ്റിംഗ് ടു പ്രിവെൻറ്റ്, റെഡ്യൂസ് ഡാമേജ് ഫ്രം ഇൻഡയറക്റ്റ് കോസസ് സച്ച് ആസ് ഹീറ്റ്, സ്മോക്ക്, വാട്ടർ ഫാളിംഗ്, ഡെബ്രിസ്, ബ്രേക്കേജ് ആൻഡ് ഡേർട്ട്. അപ്പോൾ ഒരു ഭാഗം കത്തിയിട്ട് ആ ഭാഗത്തിൻ്റെ ഏതെങ്കിലും പാർട്സ് നമ്മുടെ ഈ ഒരു നമുക്ക് ആവശ്യമുള്ള സാധനത്തിലോട്ട് വന്ന് വീണിട്ട് ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാൾവേജ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ടേമിൽ എഴുതുകയാണെങ്കിൽ സാൾവേജ് ഈസ് അപ്ലൈഡ് ടു ഫയർ ഫൈറ്റിംഗ് ടു പ്രിവെൻറ്റ് ഡാമേജ് ഫ്രം ഇൻഡയറക്റ്റ് കോസസ് സച്ച് ആസ് ഹീറ്റ്, സ്മോക്ക് ഓർ വാട്ടർ ഫാളിംഗ്. ഇത് കാരണം ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് കോസുകൾ ഒഴിവാക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാൾവേജ്. ഓക്കെ, ഇതിൻ്റെ എക്കണോമിക് പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഫയർ കാരണമായിരിക്കില്ല കൂടുതൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവുക, നമ്മൾ ഈ ഫയർ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്സ് ഇതിലോട്ട് വന്ന് വീണിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കേട് വന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാൾവേജ് ഓപ്പറേഷൻ ഫയർ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിന് ഫിഗർ പറഞ്ഞു. ഇനി ഇതിൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കുക. ചിലപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം സാൾവേജ് എന്താണ് ഡിഫൈൻ ചെയ്യുക, 3 മാർക്കൊക്കെ ആണെങ്കിൽ സാൾവേജ് ഡിഫൈൻ ചെയ്യുക, സ്റ്റെപ്പ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഫിഗറൊന്നും നിങ്ങൾ വരക്കണ്ട, പക്ഷേ നമുക്ക് ഓരോ സ്റ്റെപ്പും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി വർക്കാണ്. നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പ്രിലിമിനറി സ്റ്റേജ് ആണ് അല്ലേ, അതിന് മാർക്കുണ്ട്. ആദ്യം നമ്മൾ പ്രൊസീജിയറും അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതി എന്നിട്ട് പ്രൊസീഡ് കിട്ടിയ ശേഷം മാത്രമാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിലോട്ട് പോവുക. അതേപോലെ നമ്മളിവിടെ ചെയ്യുന്ന പ്രിലിമിനറി വർക്ക് നമ്മൾ ആക്ച്വൽ സാൾവേജ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതാണ് പ്രിലിമിനറി വർക്ക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മളിനി ഫയർ ഫൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, പല പല സാധനങ്ങൾ ഉണ്ടാവും, ഏതാണ് നമുക്ക് ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജ്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് സാൾവേജ് ഓപ്പറേഷനിലോട്ട് കിടക്കുകയാണ്. ആക്റ്റീവ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് അവോയ്ഡബിൾ ഡാമേജ്, ദെൻ മിറ്റിഗേറ്റിംഗ് ദ എഫക്ട്സ് ഓഫ് ഫയർ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ്. ലാസ്റ്റ് നമ്മളെല്ലാം ഫയർ ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് സബ്സീക്വൻറ്റ് റീഹാബിലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എ പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ്സ് കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജുകൾ പഠിക്കുക. ഫസ്റ്റ് പ്രിലിമിനറി വർക്ക്, then consideration will for fighting, other active measures to prevent avoidable damage, then mitigating the effect of fire, then subsequent rehabilitation. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മുടെ ഒരു സാൾവേജ് ഓപ്പറേഷൻ അകത്തുണ്ടാവുക. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്രിലിമിനറി സ്റ്റേജ് അല്ലെങ്കിൽ പ്രിലിമിനറീസ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ഫയർ. ആക്ച്വൽ ഫയർ അവിടെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ ആ സാൾവേജ് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ബിഫോർ ദ ഫയർ പ്രോപ്പർ ട്രെയിനിങ് ഓൺ സാൾവേജ് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ കൃത്യമായിട്ട് അതിനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. തോന്നിയ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഷീറ്റ് വലിച്ചു കെട്ടിയോണ്ടൊന്നും നമുക്കത് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ട്രെയിനിങ് കിട്ടിയ ആളുകളായിരിക്കണം അത് ചെയ്യുന്നത്, പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനി അവിടെ എത്തി ഓൺ അറൈവൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ സാൾവേജ് ഓപ്പറേഷൻ ഷുഡ് ബി അക്കംപ്ലീഷ്ഡ് അറ്റ് ദി ഏർലിയസ്റ്റ് അപ്പോൺ അറൈവൽ വിത്ത് ഹെൽപ്പ് ഓഫ് അതർ എംപ്ലോയീസ്. നമ്മൾ എത്തിയ ഉടനെ തന്നെ നമ്മൾ സാൾവേജ്
ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. വൺസ് ഇത് തീ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ, ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ സാൽവേജ് ഓപ്പറേഷൻ ആണ്. കാരണം പെട്ടെന്നായിരിക്കും തീ സ്പ്രെഡ് ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് ഇതിലോട്ട് വന്ന് വീഴുന്നുണ്ടാവുക. വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ഡാമേജിലോട്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിത് സാൽവേജ് ഓപ്പറേഷൻസ് അക്കംപ്ലിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബിൽഡിംഗ് ഇൻവോൾവ്ഡ് എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, എവിടെയാണ് ഉണ്ടായത്, ഏത് ബിൽഡിങ്ങിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ യൂസ് എന്താണ്, പൊസിഷൻ എന്താണ്, എക്സ്റ്റെൻഡ് ഓഫ് ഫയർ, എത്രമാത്രം ഫയർ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്, ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് സാൽവേജ് ആർ ഡിപ്പെൻഡൻറ്റ് ഫാക്ടർ. ഇത്രയും ഫാക്ടറിൻ്റെ ബേസിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ബിൽഡിംഗ്സ് ഇൻവോൾവ്ഡ് ആൻഡ് ഇറ്റ്സ് യൂസ്, പൊസിഷൻ ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഫയർ, ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് സാൽവേജ് ആർ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിലിമിനറീസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 ഹെഡിങ്ങിൻ്റെ അണ്ടറിലായിട്ട് പഠിക്കുക. ബിഫോർ ഫയർ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിരിക്കണം. ഓൺ അറൈവൽ നമ്മൾ എന്തൊക്കെ ഫാക്ടറിൻ്റെ ബേസിലാണ് പ്ലാനിങ് ചെയ്യേണ്ടത്. ബിൽഡിംഗ് ഇൻവോൾവ്ഡ്, ഇറ്റ്സ് യൂസ്, പൊസിഷൻ ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഫയർ, ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് സാൽവേജ് നമുക്ക് പോസിബിൾ ആണോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ സാൽവേജ് കൺസിഡറേഷൻ. സാൽവേജ് ആക്ച്വൽ ഓപ്പറേഷനിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സാൽവേജ് കൺസിഡറേഷൻ എന്നുള്ള ഹെഡിങ് കൊടുത്താൽ മതി. നിങ്ങൾ ഈ വലിയ ഹെഡിങ് ഒന്നും കൊടുത്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ഫസ്റ്റ് സ്റ്റേജ് പ്രിലിമിനറി സ്റ്റേജ്, അടുത്തത് സാൽവേജ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ദ ബിൽഡിംഗ് ഓൺ ഫയറും അതുപോലെ തന്നെ അറ്റ് ദ നെയ്ബറിംഗ് പെർമിസസും. അതിൽ ഫസ്റ്റ് വൺ അറ്റ് ദ ബിൽഡിംഗ് ഓൺ ഫയർ. ഫയർ ഉണ്ടാവുന്ന ബിൽഡിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫയർ ചിലപ്പോൾ ചെറുതായിരിക്കും, നമ്മുടെ കയ്യിലുള്ള ഹോസ് അല്ലെങ്കിൽ നോസിൽ എന്ന് പറയുന്നത് ഡയമീറ്റർ കൂടിയതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വീക്കായിട്ട് നിൽക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കും, ആൾറെഡി തീ പിടിച്ചിട്ട്. അപ്പോൾ അത് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി വെള്ളത്തിൻ്റെ യൂസ് മിനിമൈസ് ചെയ്യുക, നോസിൻ്റെ സൈസ് മിനിമൈസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് ഈ സാൽവേജ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഫസ്റ്റ് വൺ, കീപ് ദ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ടു മിനിമം. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കുറക്കുക. റെഡ്യൂസ് ദ നമ്പർ ആൻഡ് സൈസ് ഓഫ് നോസിൽസ് ആസ് സൂൺ ആസ് സിറ്റുവേഷൻ പെർമിറ്റ്. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വലിയ ഫയർ ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ നോസിലിൻ്റെ സൈസോ അല്ലെങ്കിൽ നോസിലിൻ്റെ എണ്ണോ കുറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഫയർ അവിടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെറിയ ഫയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഫയർ ഒക്കെ ആണെങ്കിൽ പരമാവധി നോസിലിൻ്റെ സൈസും, നോസിൽ എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വെള്ളത്തിനെ ഹൈ വെലോസിറ്റിയിൽ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാപ്പേർഡ് ലെങ്ത്തിനാണ് നോസിൽ എന്ന് പറയുന്നത്. നോസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി നോസിലിൻ്റെ സൈസും അതേപോലെ തന്നെ അതിൻ്റെ നമ്പറും കുറക്കാൻ നോക്കുക. യൂസ് ഹാൻഡ് കൺട്രോൾഡ് ബ്രാഞ്ചസ്. പരമാവധി ബ്രാഞ്ച് അല്ലെങ്കിൽ നോസിൽ തന്നെയാണ്, അതിൻ്റെ ഹാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് പരമാവധി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പോർഷൻ ആ ഭാഗത്തോട്ട് വെള്ളം പോവാതെ കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചാലും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാഞ്ചസ് ഒക്കെ പരമാവധി ഹാൻഡ് കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ സ്മോളർ ജെറ്റ്സ് അതേപോലെ തന്നെ ഫോഗ് ഒക്കെ പരമാവധി യൂസ് ചെയ്യാം. പരമാവധി വെള്ളത്തിൻ്റെ ജെറ്റ്സ് ഒക്കെ സ്മോൾ ജെറ്റ്സ് യൂസ് ചെയ്യാം. റീപ്ലേസ് ഡാമേജ്ഡ് ആൻഡ് ലീക്കിംഗ് ഹോസ് ക്വിക്ക്ലി. അപ്പോൾ ഏതെങ്കിലും ഹോസോ ഡാമേജോ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളത് റീപ്ലേസ് ചെയ്യാം. അടുത്ത് പറയുന്നത് ഡ്രൈ റൈസേഴ്സ് ടു ഔട്ട്സൈഡ് ഓഫ് എ ബിൽഡിംഗ്. ഡ്രൈ റൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനകത്ത് ഓരോ തട്ടിനകത്തും അല്ലെങ്കിൽ ഓരോ സ്റ്റോറിക്കകത്തും നമ്മൾ റൈസേഴ്സ് ഉണ്ടാവും, പൈപ്പ് ഉണ്ടാവും, വെള്ളം വരുന്ന പൈപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫയർ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന വെള്ളത്തിനെ പരമാവധി നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് വിടുക. ബിൽഡിങ്ങിനുള്ളിലോട്ട് വെള്ളം വീഴുന്ന അവസ്ഥ ഉണ്ടാവരുത്, പരമാവധി പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് വിടുക. അപ്പോൾ ഇതൊക്കെയാണ് ബിൽഡിംഗ് ഓൺ ഫയർ എന്നുള്ള ഹെഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്, വെള്ളത്തിൻ്റെ അളവ് പരമാവധി നമ്മൾ മിനിമൈസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിൻ്റെ അളവ് കുറക്കാം, നോസിൻ്റെ സൈസും നോസിൻ്റെ ഡയമീറ്ററും കുറക്കുക, ഹാൻഡ് കൺട്രോൾഡ് ബ്രാഞ്ചസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ലീക്ക്ഡ് ആയിട്ടുള്ള പൈപ്പ് അല്ലെങ്കിൽ ഹോസ് റീപ്ലേസ് ചെയ്യാം, ഡ്രെയിൻ റൈസേഴ്സിന് വെള്ളം ബിൽഡിങ്ങിന് പുറത്തോട്ട് ഡ്രെയിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അടുത്തത് നെയ്ബറിംഗ് പെർമിസസ്. ഫയർമാൻ ഷുഡ് ഗാർഡ് പോസിബിലിറ്റി ഓഫ് ലീക്കിംഗ് വാട്ടർ ഇഫ് ഇറ്റ് പാസസ് ത്രൂ നെയ്ബറിംഗ് പെർമിസസ്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഭാഗത്തോട്ട് വെള്ളം സ്പ്രെഡ് ആവാതെ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാൽവേജ് കൺസിഡറേഷൻ്റെ അകത്ത് പഠിക്കേണ്ട പോയിന്റ്സ്. 2 പോയിന്റ്, ഒന്ന് ഫയറിനകത്തുള്ള ബിൽഡിങ്ങും അതുപോലെ തന്നെ നെയ്ബറിംഗ് പെർമിസസ്. ഫയറിനകത്തുള്ള ബിൽഡിങ്ങിനകത്ത് വെള്ളത്തിൻ്റെ അളവ് പരമാവധി കുറക്കുക, ഹോസിൻ്റെയും നോസിൻ്റെയും സൈസും എണ്ണവും പരമാവധി കുറക്കുക, ഹാൻഡ് കൺട്രോൾഡ് ബ്രാഞ്ച് യൂസ് ചെയ്യാം, സ്മോളർ ജെറ്റ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ലീക്ക് ആയിട്ടുള്ള ഹോസുകളൊക്കെ റീപ്ലേസ് ചെയ്യാം, ഡ്രൈവേഴ്സസ് ബിൽഡിങ്ങിന് പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് വിടുക. ഇനി നെയ്ബറിംഗ് പെർമിസിലോട്ട് വെള്ളം ലീക്ക് ആവാതെ നോക്കുക. അത്രയാണ് നമ്മുടെ സാൽവേജ് കൺസിഡറേഷൻ എന്നുള്ള ഹെഡിങ്ങിൽ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് പഠിച്ചാൽ മതി. വേറെ ഇതിൽ ഡൗട്ടൊക്കെ ഉള്ളവർ ജസ്റ്റ് ഇതൊക്കെ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ ചാറ്റ് GPT ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഈ പോയിന്റുകളൊക്കെ അതിനകത്ത് വേണം.
അപ്പോൾ 2 സ്റ്റേജുകൾ നമ്മൾ പഠിച്ചു, പ്രിലിമിനറി സ്റ്റേജും സാൽവേജ് കൺസിഡറേഷനും. ഇനി നമ്മൾ ആക്ച്വൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആക്ഷനാണ്. അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് പ്രിവെൻഷൻ ഓഫ് അവോയ്ഡബിൾ ഡാമേജ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡാമേജുകളെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്നത് കവറിങ് ഓഫ് ഗുഡ്സ് ആണ്. നമ്മൾ ഇനി ആക്ച്വൽ ഓപ്പറേഷൻ ചെയ്യണേ കവറിങ് ഓഫ് ഗുഡ്സ്. അതിൽ ഫർണിച്ചർ ഉണ്ട്, ഷെൽസ് ഉണ്ട്, ഫ്രജൈൽ ഐറ്റം എന്ന് പറഞ്ഞാൽ പൊട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. കവർ ചെയ്യാൻ സാധാരണ നമ്മൾ പോളിത്തീൻ്റെ ഷീറ്റ് ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് പ്രിവെൻഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് കവറിങ് ഓഫ് ഗുഡ്സ്. അതിൽ ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫർണിച്ചർ ആവാം, ഷെൽസ് ആവാം, ഫ്രജൈൽ ഐറ്റം ആവും. ഇനി പരമാവധി സാധനങ്ങളെല്ലാം സെൻറ്ററിലോട്ട് മൂവ് ചെയ്യാം. അതാണ് മൂവിങ് ഗുഡ്സ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വാളൊക്കെ ഉണ്ടാകുക ഒരു സൈഡിലായിരിക്കും. അപ്പോൾ അവിടെയാണ് ഡെബ്രിസ് ഒക്കെ വന്നിട്ട് നമ്മളെ ഗുഡ്സിൻ്റെ പുറത്തോട്ട് വീഴാനുള്ള ചാൻസ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സിനൊക്കെ പരമാവധി സെൻറ്ററിലോട്ട് മൂവ് ചെയ്യാം. അതാണ് മൂവിങ് ഗുഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹോൾഡിങ് വാട്ടർ ബാക്ക്, ഡാമിങ്, സാൽവേജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്നത് പരമാവധി ഒഴിവാക്കുക. വെള്ളത്തിനെ നമ്മൾ ഇവിടെ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഷീറ്റൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഡാം പോലെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ മെത്തേഡാണ്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഹോൾഡിങ് വാട്ടർ ബാക്ക്, ഡാമിങ്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പോൾ 3 പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഒന്ന് കവറിങ് ഗുഡ്സ്, ഫർണിച്ചർ ആയിക്കോട്ടെ, ഷെൽസ് ഒക്കെ കവർ ചെയ്യാം, പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യാം. ദെൻ മൂവ് തിങ്സ് ഓർ ഗുഡ്സ് ടു സെൻറ്റർ, ആ പോയിന്റ് നമ്മൾ പഠിച്ചു. ദെൻ ഹോൾഡിങ് വാട്ടർ, ഡാമിങ്, സാൽവേജ് ഷീറ്റ്, സാൽവേജ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഡാമിങ് പോലെ സ്ട്രക്ചർ ഉണ്ടാക്കുക. ദെൻ ഡൈവേർട്ടിങ് വാട്ടർ, വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ പറ്റും, ഒരു ഫ്ലോർ ബോർഡ് വെഡ്ജ് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ഒരു ഹോള് പോലെ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോള് പോലെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിനെ നമുക്ക് ആ ഒരു ഹോളിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളം അവിടെ തങ്ങി നിൽക്കരുത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെള്ളത്തിന് ചില സിറ്റുവേഷനിൽ നമുക്ക് ഡാമിങ് പോലെ പുറത്തോട്ട് വെള്ളം ഒഴുകി പോകാതിരിക്കേണ്ടി വരും. അപ്പോൾ ഡാമിങ് പോലെ സാൽവേജ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടാം. ഇനി വേറൊരു മെത്തേഡ് എന്നാൽ യൂസ് ഓഫ് ഡ്രെയിൻസ് ആൻഡ് മാൻഹോൾസ്. മാൻഹോളും ഡ്രെയിൻസും ഒക്കെ ഉണ്ടാവും, വെള്ളം അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, വെള്ളത്തിന് ഒഴുക്കി വിടാം. ഇനി ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ വയർ മെഷ് യൂസ് ചെയ്യാം. വയർ മെഷ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ വയർ, എന്ന് നമ്മൾ വയർ എന്നാണ് പറയാം, അതുപോലെ ഡാം പോലെ ഉണ്ടാക്കുക. ഓക്കെ, ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട്, വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ മെഷിൻ്റെ ഒരു ഗാർഡ് ഉണ്ടാക്കുക. അതാണ് അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. യൂസ് ഓഫ് ഡ്രെയിൻസ് ആൻഡ് മാൻഹോൾസ്, ഇൻഡസ്ട്രിയിലാണെങ്കിൽ വയർ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പ്രിവെൻറ്റ് അതർ ഡാമേജസ്, ബാക്കിയുള്ള ഡാമേജുകളും നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ആക്റ്റീവ് പ്രിവെൻഷൻ എന്നുള്ളതിൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിക്കേണ്ടത് കവറിങ് ഗുഡ്സ് യൂസിങ് പോളിത്തീൻ ഷീറ്റ്, മൂവിങ് ഗുഡ്സ്, ഹോൾഡിങ് വാട്ടർ ബാക്ക് ലൈക്ക് ഡാമിങ് സ്ട്രക്ചേഴ്സ്, ഡൈവേർട്ടിങ് വാട്ടർ, യൂസ് ഓഫ് ഡ്രെയിൻസ് ആൻഡ് മാൻഹോൾസ്, അതുപോലെ തന്നെ പ്രിവെൻറ്റ് അതർ ഡാമേജസ്. ഇത്രയും പോയിന്റ് നിങ്ങൾ അവിടെ പഠിക്കണം. ഫിഗേഴ്സ് എക്സാമിന് ഫിഗറൊന്നും മറക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഫിഗർ കൊടുത്തതാണ്, ഓരോ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത സ്റ്റേജ് മിറ്റിഗേറ്റിംഗ് ദ എഫക്റ്റ് ഓഫ് ഫയർ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മിറ്റിഗേറ്റിംഗ് മീൻസ് മിനിമൈസിങ് ഓർ റെഡ്യൂസിങ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ മിനിമൈസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. റെഡ്യൂസിങ് വാട്ടർ ഡാമേജ് ഓൺ ദ മൂവ് വിത്ത് ബ്രൂംസ്, സ്ക്വീജസ്. അതായത് വെള്ളം കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂലോ അല്ലെങ്കിൽ വെള്ളം ഒഴിവാക്കുന്ന ഒരു സാധനമാണ് സ്ക്വീജ് എന്ന് പറയുന്നത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളം പരമാവധി മൂവ് ചെയ്യുക. അത് സ്മോൾ ഹോൾസിലോട്ട് മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ലിഫ്റ്റ് ഷാഫ്റ്റ് ഓർ പമ്പ്. ലിഫ്റ്റ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. വെള്ളത്തിനെ അതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ലിഫ്റ്റ് ഷാഫ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എനിവേ വാട്ടർ ഡാമേജ് നമുക്ക് മിനിമൈസ് ചെയ്യണം. അത് നമുക്ക് ബ്രൂംസ് ഉപയോഗിച്ച് ചെയ്യാം, സ്മോൾ ഹോൾസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഷാഫ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ദെൻ റെഡ്യൂസിങ് അവിടെ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഡാമേജ് ഫ്രം വാട്ടർ ഇൻസ്റ്റാളേഷൻ, ബേസ്റ്റിംഗ് പൈപ്പ്. അതായത് ഇപ്പോൾ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന് സ്റ്റോപ്പ് ചെയ്യാനും ആ വെള്ളം വരുന്ന വാൽവ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഡാമേജ്, വെള്ളം പുറത്തോട്ട് ലീക്ക് ആവുന്നത് പൈപ്പിനുള്ള ഡാമേജ് കാരണമാണെങ്കിൽ ആ പൈപ്പിലോട്ട് വരുന്ന വാൽവ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ആ പൈപ്പ് ഉണ്ടാക്കിയിട്ട് ലെഡ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് മാറ്റൽ പോസിബിൾ. അപ്പോൾ നമ്മൾ ആ പൊട്ടിയ പോർഷൻ നമ്മൾ ഫ്ലാറ്റൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലാറ്റൻ ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ദെൻ സ്പ്രിംഗ്ലേഴ്സ് കാരണമാണ് വാട്ടർ ഡാമേജ് ഉണ്ടാകുന്നതെങ്കിൽ പരമാവധി നമുക്ക് സ്പ്രിംഗ്ലർ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫയർ ഉണ്ടാകുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്ത് വെള്ളം പുറത്തോട്ട് കൊണ്ടുവരേണ്ട സാധനമാണ്. ഇത് ചിലപ്പോൾ ഡാമേജ് ആയിട്ട് ഫയർ ഉണ്ടായിട്ടോ ഒക്കെ ഡാമേജ് ആയിട്ട് പോകും. അതിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രഷർ വന്നിട്ടൊക്കെ ഡാമേജ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ മെയിൻ വാൽവ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്കവിടെ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ സ്പ്രിംഗ്ലേഴ്സിന് നമുക്ക് സ്പ്രിംഗ്ലറിൻ്റെ സ്റ്റോപ്പോ അല്ലെങ്കിൽ മെയിൻ വാൽവ് യൂസ് ചെയ്തിട്ടോ വെള്ളത്തിൻ്റെ ഡാമേജ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ ഡാമേജ് ആണ്. വാട്ടർ ഡാമേജ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ബ്രൂംസ് അല്ലെങ്കിൽ സ്ക്വീജസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ഹോൾസോ അല്ലെങ്കിൽ ലിഫ്റ്റ് ഷാഫ്റ്റോ യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം റിമൂവ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് പൈപ്പിൽ നിന്നൊക്കെ ബേസ്റ്റിങ്ങിൻ്റെ പൈപ്പ് കാരണമാണ് വാട്ടർ ഡാമേജ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ വാൽവ് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ സ്പ്രിംഗ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ്ലറിൻ്റെ സ്റ്റോപ്പ് അല്ലെങ്കിൽ മെയിൻ വാൽവ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ റെഡ്യൂസിങ് സ്മോക്ക് ഡാമേജ്. അടുത്തത് ഇപ്പോൾ നമ്മൾ വാട്ടർ ഡാമേജ് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞു, അടുത്തത് സ്മോക്കിൻ്റെ ഡാമേജ്. അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. വെന്റിലേഷൻ പഴയ സ്കീമാണെന്നുണ്ടെങ്കിൽ ഒരു മൊഡ്യൂൾ തന്നെ വെന്റിലേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. സ്മോക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ഇല്ല. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്മോക്കിനെ നമ്മൾ ബിൽഡിങ്ങിനകത്ത് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്മോക്കിനെ ഡൈവേർട്ട് ചെയ്ത് ബിൽഡിങ്ങിന് പുറത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ യൂസ് ചെയ്യാം. ദെൻ റെഡ്യൂസിങ് ഡാമേജ് ടു സ്റ്റോക്ക്, റീപ്ലേസ്, റിമൂവ് കൊളാപ്സ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പാർട്സ് ആൾറെഡി ഡാമേജ് ആയി, ഫയർ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വെള്ളം വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ട് ഇതിലോട്ട് വന്ന് വീണിട്ടോ ഒക്കെ കുറച്ച് പോർഷൻ ഡാമേജ് ആയി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡാമേജ് ആയിട്ടുള്ള പോർഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു പോർഷൻ ആണെങ്കിൽ അത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് എടുത്തു വെക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ബാക്കി നല്ലതിലോട്ട് അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് മിറ്റിഗേറ്റിംഗ് ദ എഫക്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് റെഡ്യൂസിങ് ദി വാട്ടർ ഡാമേജ്, അടുത്ത റെഡ്യൂസിങ് ദി സ്മോക്ക് ഡാമേജ്, വെന്റിലേഷൻ യൂസ് ചെയ്യാം. അടുത്ത റെഡ്യൂസിങ് ദ ഡാമേജ് ടു സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള നമ്മുടെ ഗുഡ്സ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിലോട്ട് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഡാമേജ് ഉള്ള പോർഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫയർ ഫൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഫയറൊക്കെ സ്റ്റോപ്പായി, അതിനുശേഷം നമ്മളിനി സാൾവേജ് ഷീറ്റൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് റിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ബിൽഡിങ്ങിനെ പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതാണ് സബ്സീക്വൻറ്റ് റീസ്റ്റോറേഷൻ എന്നുള്ള ഹെഡിങ്ങിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും വെള്ളം ഒരുപാട് ഈ ഒരു ഗുഡ്സിലെല്ലാം വന്ന് വീണിട്ടുണ്ടാവും. അപ്പോൾ വെള്ളത്തിനെ നമ്മൾ ഒഴിവാക്കുക. അതിന് നമുക്ക് ഡ്രൈയിങ് പെർമിസസ് എന്നുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ചാൽ വെന്റിലേഷൻ ചെയ്യാം. അതേപോലെ തന്നെ സോഡസ്റ്റും, ഈ സോഡസ്റ്റ് മരത്തിൻ്റെ ഒക്കെ പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് ലൈറ്റ് ഉള്ളിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഈ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഡ്രൈ ആയിക്കോളും, വെള്ളത്തിൻ്റെ പോർഷൻസൊക്കെ ഡ്രൈ ആയി പൊക്കോളും. പിന്നെ നമ്മൾ പറഞ്ഞ റിമൂവിങ് കവർ റിമൂവ് ചെയ്യാം. കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് കാരണവും നമ്മുടെ ഗുഡ്സ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം കവർ എടുത്ത് മാറ്റാൻ. തോന്നിയ പോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കവർ പൊക്കി കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് സ്പ്രെഡ് ആയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കവർ പ്രോപ്പറായിട്ട് നമ്മൾ റിമൂവ് ചെയ്യാം. ദെൻ പ്രൊട്ടക്റ്റിംഗ് ഐറ്റം ഫ്രം ഡിറ്റീരിയേഷൻ, അതായത് ഫർണിച്ചർ ഇതെല്ലാം നശിച്ചു പോകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അതിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം, അത് റീകവറി ആവും. ഫർണിച്ചർ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഗോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചുമരിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്യാം, കംപ്ലൈൻറ്റ് അതൊക്കെ റീപ്ലേസ് ചെയ്യാം, റിപ്പയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ റിപ്പയർ ചെയ്യാം. ഇനി നമ്മുടെ മെഷീനറിയോ സ്റ്റോക്കോ ഒക്കെ ആയിരിക്കും, അതെല്ലാം നമ്മൾ പരമാവധി കേട് വരാതെ എടുത്തു വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം വെതർ. ഇപ്പം ചില പോർഷൻസ് എല്ലാം ഇപ്പം നമ്മുടെ റൂഫ് കംപ്ലീറ്റ് കത്തിപ്പോയി, അപ്പോൾ നമ്മൾ ആ ഒരു റൂഫ് അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പോർഷൻ മൊത്തം നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള റൂഫ് നമുക്ക് ഷീറ്റൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വിൻഡോസ് കത്തിപ്പോയി, അപ്പോൾ ആ സൈഡ് നമ്മൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡാമേജ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റൂഫ്സും വിൻഡോസും യൂസ് ചെയ്തിട്ട് വെതറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. ലാസ്റ്റ് വൺ സെക്യൂരിറ്റി. ഒരു നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ പോകും, അപ്പോൾ അവിടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് തെഫ്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ കള്ളന്മാരെ കൊണ്ടുപോകാനുള്ള ചാൻസ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സബ്സീക്വൻറ്റ് റീസ്റ്റോറേഷൻ എന്നുള്ള ഹെഡിങ്ങിനകത്ത് പഠിക്കേണ്ടത്. ഡ്രൈയിങ് പെർമിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ കൊടുത്തിട്ട് എയർ ഫ്ലോ ഒക്കെ പ്രോപ്പർ ആക്കിയിട്ട് സോഡസ്റ്റം എല്ലാം നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. ദെൻ റിമൂവിങ് കവേഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. പ്രൊട്ടക്റ്റിംഗ് ഐറ്റം ഫ്രം ഡിറ്റീരിയേഷൻ, റീകവറി, അതായത് ഫർണിച്ചർ ആവാം, ഫിറ്റിങ്സ് ആവാം, നമ്മുടെ സ്റ്റോക്സ് ആവാം, ഇതെല്ലാം ഡിറ്റീരിയേഷന് പ്രൊട്ടക്റ്റ് ചെയ്യാം. ദെൻ വെതറിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂഫ്സും വിൻഡോസും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി. ഓക്കെ, ഇതിൻ്റെ ഓരോ ഫിഗേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടാർപോളിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ
താൽക്കാലികമായിട്ട് അതിനകത്ത് റൂഫൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി സാൽവേജിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ്സ് ഏതൊക്കെയാണ്? നൈലോണും അതേപോലെ തന്നെ ടെർലിൻ കോട്ടഡ് വിത്ത് PVC. പിന്നെ സാധാരണ ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടാർപോളിനും അതുപോലെ തന്നെ പോളിത്തീൻ ഷീറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാൽവേജ് എന്നുള്ള ഓപ്പറേഷനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ മാർക്കിനനുസരിച്ച് ചെറിയ മാർക്കാണെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി, കുറച്ച് എഴുതിയാൽ മതി. മാർക്കിനനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം അതിൽ വേണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് എന്താണ് സാൽവേജ്. ഇപ്പോൾ ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഡിഫൈൻ സാൽവേജ്, ഓർ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സാൽവേജ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ എന്ത് സാൽവേജിനെ കുറിച്ച് ചോദിച്ചാലും ആദ്യം സാൽവേജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഗുഡ്സ് ഫ്രം indirect damages of heat, smoke or water falling debris, breakage and dirt. ഇത് കാരണം ഉണ്ടാകുന്ന ഫയർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സബ് പ്രൊഡക്റ്റ് കാരണം ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് ഡാമേജസിൽ നിന്നും നമ്മുടെ ബിൽഡിങ്സിലുള്ള ഗുഡ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സാൽവേജിൻ്റെ ഓപ്പറേഷൻ. അല്ലെങ്കിൽ ഫയർ ഉണ്ടായിട്ട് ആൾറെഡി നമുക്ക് കുറച്ച് ഡാമേജ് ഉണ്ടായി, ഇനി ഈ സബ് പ്രൊഡക്റ്റ് കാരണം ഫർദർ ഡാമേജ് ഉണ്ടാവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സാൽവേജ് ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഫിഗർ കാണാൻ നിങ്ങൾക്ക് പറ്റും. ഇനി സ്റ്റെപ്പുകൾ പഠിക്കുക. പ്രിലിമിനറി സ്റ്റേജ്, കൺസിഡറേഷൻസ്, then active measure to prevent avoidable damage, mitigating the effect, then subsequent rehabilitation. ഓരോന്നിൻ്റെയും ഹെഡിങ്ങിന് അണ്ടറിൽ പ്രിലിമിനറീസ് എന്ന് പറയുമ്പോൾ ബിഫോർ ഫയർ പ്രോപ്പർ ട്രെയിനിങ്, ഓൺ അറൈവൽ സാൽവേജ് ഓപ്പറേഷൻ ഷുഡ് ബി അക്കംപ്ലിഷ്ഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. അതേപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഇൻവോൾവ്ഡ്, ഇറ്റ്സ് യൂസ്, പൊസിഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് ഫയർ. ദെൻ സാൽവേജ് ഓപ്പറേഷൻ, സാൽവേജ് കൺസിഡറേഷൻസ്, അതിനകത്ത് 2 ഹെഡിങ്ങിൽ പഠിക്കുക. അറ്റ് ദ ബിൽഡിംഗ് ഓൺ ഫയറും അതുപോലെ തന്നെ അറ്റ് ദ നെയ്ബറിംഗ് പെർമിസസും. ബിൽഡിംഗ് ഓൺ ഫയറിനകത്ത് വെള്ളത്തിൻ്റെ എമൗണ്ട് മിനിമൈസ് ചെയ്യാം, ജെറ്റിൻ്റെ സൈസ് മിനിമൈസ് ചെയ്യുക, ജെറ്റിൻ്റെ എണ്ണം മിനിമൈസ് ചെയ്യുക, ബ്രാഞ്ച് കൺട്രോളബിൾ ബ്രാഞ്ച് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹോസൊക്കെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം. ഡ്രൈ റൈസേഴ്സിൻ്റെ വെള്ളം പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് വിടുക. പിന്നെ നെയ്ബറിംഗ് പെർമിസ് പുറത്തോട്ട് ആ ഒരു ഇതിൽ നിന്നും നെയ്ബറിംഗ് സ്റ്റേജിലോട്ട് അത് സ്പ്രെഡ് ആവാതെ നോക്കുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അടുത്തത് ആക്റ്റീവ് പ്രിവെൻഷൻ ഓഫ് അവോയ്ഡബിൾ ഡാമേജസ് ആണ്. കവറിംഗ് ഗുഡ്സ്, മൂവിംഗ് ഗുഡ്സ്, ഹോൾഡിംഗ് വാട്ടർ ബാക്ക്, യൂസിംഗ് ഡാമിംഗ് സ്ട്രക്ചേഴ്സ്, ഡൈവേർട്ടിംഗ് വാട്ടർ, അതേപോലെ തന്നെ യൂസ് ഓഫ് ഡ്രെയിൻസ് ആൻഡ് മാൻഹോൾസ്, പ്രിവെൻറ്റ് അതർ ഡാമേജസ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റേജ് 2 സ്റ്റേജ് കൂടെ ഉണ്ട്. മിറ്റിഗേറ്റിംഗ് ദ എഫക്റ്റും അതുപോലെ തന്നെ റിസ്റ്റോറേഷനും. മിറ്റിഗേറ്റിംഗ് ദ എഫക്റ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ഡാമേജ് റെഡ്യൂസ് ചെയ്യുക, അത് നമുക്ക് ബ്രൂംസ് അല്ലെങ്കിൽ സ്ക്വീസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് സ്മോൾ ഹോൾസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ലിഫ്റ്റ് ഷാഫ്റ്റ് യൂസ് ചെയ്യാം. വാട്ടർ പൈപ്പിൽ നിന്നുള്ള ഡാമേജ് ആണെങ്കിൽ വാൽവ് സ്റ്റോപ്പ് ചെയ്യാം. സ്പ്രിംഗ്ലേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ വാൽവ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ സ്മോക്ക് ഡാമേജ് ഒഴിവാക്കാൻ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. എയറിൻ്റെയും ലൈറ്റിൻ്റെയൊക്കെ ഫ്ലോ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോക്ക് പരമാവധി ഒഴിവാക്കാം, അതിൻ്റെ ഡാമേജ് ഒഴിവാക്കാം. പിന്നെ സ്റ്റോക്കിന് വരുന്ന ഡാമേജ് എങ്ങനെ ഒഴിവാക്കാം? കേട് വന്നിട്ടുള്ളത് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ദെൻ സബ്സിക്വൻറ്റ് റിസ്റ്റോറേഷൻ, ഡ്രെയിൻ പെർമിസസ്, വെന്റിലേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക. റിമൂവിങ് കവേഴ്സ്, പ്രൊട്ടക്റ്റിംഗ് ഐറ്റം ഫ്രം ഡിറ്റീരിയേഷൻ, പ്രൊട്ടക്റ്റിംഗ് ഫ്രം വെദർ യൂസിങ് റൂഫ്സ് ആൻഡ് വിൻഡോസ്, ദെൻ പ്രോപ്പർ സെക്യൂരിറ്റി. ഇനി അതിന് യൂസ് ചെയ്യുന്ന ഷീറ്റുകളെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. നൈലോൺ ഷീറ്റും ടെർലിൻ ഷീറ്റും അതേപോലെ തന്നെ ടാർപോളിൻസും അതേ പോളിത്തീൻ ഷീറ്റും കൂടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് സാൽവേജിൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ.